മെട്രോന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അതിൻ്റെ മുഖവരിയായിട്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പോയിൻ്റ്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നല്ലൊരു അറിവ് നമുക്ക് വേണം. എന്താണ് നമ്മളെക്കുറിച്ചുള്ള അറിവ്? വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ് എന്നുള്ളൊരറിവ് നമുക്ക് വേണം. അത് ഏറ്റവും ആവശ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ട ഏറ്റവും വലിയൊരു അറിവ്, നാം പാപി എന്നല്ല, രക്ഷിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പാപിയാണ് ഞാനെന്നുള്ളൊരു ചിന്ത വേണം. രണ്ട്, ഞാൻ പറയാനുള്ള കാര്യം, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ നമ്മൾ വിശുദ്ധരാണ്. ശരിക്കും വിശുദ്ധരെന്നുള്ള ചിന്തയല്ല, വീണ്ടെടുക്കപ്പെട്ട പാപി എന്ന് ചിന്തിച്ചാൽ എന്നിലെ പാപം വസിക്കുന്നു, എന്നെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഐ ആം ഹംബിൾ ചെയ്യാണ്, എന്നെ തന്നെ ഹംബിൾ ചെയ്യാണ്, ദൈവമേ നീ എനിക്ക് ഉത്തരം തരണമേ എന്നുള്ള താഴ്മയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന ഒരു അനുഭവം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ളൊരു സെൽഫ് റിയലൈസേഷൻ ആ രീതിയിൽ വരണം. ഞാൻ നശിച്ചു പോകേണ്ടതായിരുന്നു, ഞാൻ നിത്യനരകത്തിൻ്റെ അടിമയായി പോകേണ്ടതായിരുന്നു, ഞാൻ എന്നേക്കും ആ കരച്ചിലും പല്ലുകടിയും ഉള്ളിടത്താകേണ്ടതായിരുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം എനിക്ക് തന്ന് എന്നെ നിർത്തിയിരിക്കുന്നു, മക്കളും അവകാശികളുമാക്കി വെച്ചിരിക്കുന്നതിനാൽ എനിക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ബോൾഡായിട്ട് കയറി ചെല്ലാം, പറയാം, എന്നാലും ഞാനൊരു രക്ഷിക്കപ്പെട്ട പാപിയാണേ എന്നുള്ള ചിന്ത എന്നിൽ ഭരിക്കുമ്പോഴേ ആ ഹംബിൾനെസ് വരും, എന്നെക്കുറിച്ചൊരു റിയലൈസേഷൻ വരും. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഞാൻ പാപത്തിൽ വീഴാം, പാപത്തിൽ അകപ്പെട്ടു പോകാം, തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിശാച് എപ്പോഴും എൻ്റെ പുറകിൽ നിന്ന് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും ഞാൻ ബാക്ക് സൈഡ് ചെയ്ത് പോകാം. കർത്താവേ, നിൻ്റെ കൃപയാലെ, നീ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനാൽ, നിൻ്റെ പരിശുദ്ധാത്മാവ് വേണ്ടതായിട്ടുള്ള പരിജ്ഞാനം തരുന്നതിനാൽ ഞാൻ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ നിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രാർത്ഥനകൾ വെക്കുന്നു എന്നൊരു ചിന്ത ആദ്യം നമുക്ക് വരട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ കുറിച്ചുള്ളൊരു സെൽഫ് റിയലൈസേഷൻ. ഇത് തന്നെയാണ് കൺഫെഷനകത്ത് നമ്മൾ പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൺഫസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് നീ ശിക്ഷ തരുന്ന ദൈവമാണ്, എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടി എനിക്കിനി ന്യായവിധിയില്ല, ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് നീ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം നമുക്ക് തന്നു എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കേണ്ടത്, പ്രേയർ ഹാസ് പവർ ടു ക്ലെൻസ് അവർ ഹാർട്ട്സ് ഫ്രം സിൻ. നമ്മുടെ ഹൃദയങ്ങളിലെ പാപം ചിന്തിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ശക്തി കൊണ്ട് വിടുതൽ തരാൻ. ഇത് വലിയൊരു ചിന്തയാണ്. നമ്മൾ പാപം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പാപം ചെയ്യുന്നത് ശരീരത്തിൽ നിന്ന് പാപം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിനേഷൻ വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. മനസ്സിൽ നിന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. മനസ്സിന് തീരുമാന ശക്തിയുണ്ട്. നമ്മുടെ പ്രാണൻ എന്ന് നമുക്ക് പറയാം, ദേഹി, അതിന് തീരുമാന ശക്തിയുണ്ട്, അതിന് ഇച്ഛാശക്തിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് മനസ്സിന്. അപ്പോഴീ മനസ്സിനകത്താണ് ബുദ്ധിയുള്ളത്. അപ്പോഴേ ഈ കാര്യങ്ങൾ, പാപം ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയം എന്ന് പറഞ്ഞൊരു വാക്ക് ബൈബിൾ പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് മനസ്സുമായിട്ട് ചേർന്നുള്ള വാക്യമാണ്. അതുകൊണ്ട് തെറ്റുകൾ, കുറ്റങ്ങൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം മനസ്സിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പ്രാർത്ഥനയ്ക്ക്, ആ മനസ്സിലുള്ള കറകളെ അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള പാപങ്ങളെ കഴുകിക്കളയാനായിട്ട് പ്രാർത്ഥനയ്ക്ക് കഴിയും. സങ്കീർത്തനക്കാരനായ ദാവീദ് 19 സങ്കീർത്തനത്തിൽ പറയുന്നത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതിന് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എറേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, തെറ്റുകൾ, സീക്രട്ട് ഫോൾസ്, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, അതുപോലെ സ്വമേധ പാപങ്ങൾ, പ്രിസംഷ്യസ് സിന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സീക്രട്ട് സിന്ന്, പ്രിസംഷ്യസ് സിന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഗ്രഷൻസ് ഒക്കെ പറയുന്നുണ്ട്.
ഇതെല്ലാം ഹൃദയത്തിൽ നമ്മൾ നിരൂപിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഇവിടെ ദാവീദ് പ്രാർത്ഥിച്ച പോലെ അവ എൻ്റെ മേൽ വാഴരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അടിയനെ കാക്കണമേ. എന്തിനു വേണ്ടിയാണ്? എന്നാൽ ഞാൻ നിഷ്കളങ്കനം. ലെറ്റ് ദം നോട്ട് ഹാവ് ഡൊമിനിയൻ ഓവർ മീ. ഇത് തന്നെയാണ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്, സിൻ ഷാൽ നോട്ട് ഹാവ് ഡൊമിനിയൻ ഓവർ യു. നിങ്ങളുടെ മേലിൽ ഇനി വാഴരുത് പാപത്തിൻ്റെ ഒരു ശക്തിയിൽ. അതുകൊണ്ട് ഞാൻ നിഷ്കളങ്കനാവും, അപ്രൈറ്റ് ആവും. ആൻഡ് ഷാൽ ബി ഇന്നസെൻ്റ്. മഹാപാതകങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഇന്നസെൻ്റ് ആയിട്ടിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് prayer ഹാസ് ദ പവർ ടു ക്ലെൻസസ്, നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വെറുതെ ഒന്നുമല്ല, നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ പ്രാർത്ഥനയിൽ കൂടി വരുന്നു എന്ന് നമ്മൾ പറയും. മൂന്നാമത്, prayer ഹാസ് ദ പവർ ടു ഹോൾഡ് us up in our daily lives and victory over temptation. നമ്മുടെ പരീക്ഷകളിൽ നിന്നുള്ള വിജയം നമുക്ക് പ്രാർത്ഥനയിൽ കൂടിയാണ് നേരിടുന്നത്. അറിയാം, കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന സമയങ്ങളാണ്, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെയൊക്കെ. കാരണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകണം. എന്തിനാണ്? നല്ല ഓർമ്മശക്തി കിട്ടണം, പഠിച്ചതൊക്കെ ഓർത്തിരിക്കണം, എഴുതണം. അതിനുവേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ഈ ടെംപ്റ്റേഷനിൽ നിന്ന് വിക്ടറി വരണം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും അത് പറയുന്നുണ്ടല്ലോ, ദുഷ്ടനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഈ ടെംപ്റ്റേഷൻസിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, പരീക്ഷകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പലപ്പോഴും നമ്മൾ പല പരീക്ഷകളിൽ അകപ്പെടാറുണ്ട്, അതിൽ നിന്ന് ദൈവം വിടുവിക്കും. ദാവീദിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനം 17-ന്റെ 4, 5, 6 വാക്യങ്ങളിലെ മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. നിഷ്ഠൂഷൻ എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ദ ഡിസ്ട്രോയർ, നിഷ്ഠൂരൻ പാതകൾ. മനുഷ്യരുടെ പ്രവൃത്തികളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാശത്തിലേക്ക് പോകുന്ന, നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്ന പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിൻ്റെ ചൂടുകൾ തന്നെയായിരുന്നു. ആരുടെ? ദൈവത്തിൻ്റെ വഴികളിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാൽ വഴുതിയില്ല. ദൈവം പറഞ്ഞ രീതിയിൽ ഞാൻ നടന്നു. അത് കാര്യം എന്താണ്? ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നീ എൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിയുവാനും നടപ്പ് നേരെയാകുവാനും കാൽ വഴുതാതെ പോകാനും ദൈവം സഹായിക്കുന്നു. ഇതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഏത് രീതിയിലാണ്? നമ്മൾ ഇതൊന്നും പ്രാർത്ഥിക്കാറില്ല പലപ്പോഴും. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അല്ലെങ്കിൽ പിശാച് കാണിച്ചിരുന്ന വഴിയിൽ നിന്ന്, ഡിസ്ട്രോയ് ചെയ്യുന്ന പാതകളിൽ നിന്ന് എൻ്റെ കാല് വഴുതാതെ, എന്നെ അങ്ങോട്ട് പോകാതെ, എൻ്റെ നടപ്പിലെ നേരെ പോകാനായിട്ട് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പറയാറുണ്ടോ? നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. വഴി തെറ്റാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ എടുക്കാറില്ല പലപ്പോഴും. നമ്മൾ മനുഷ്യർ പറയുന്നത്, പിശാച് പറയുന്നത് കേട്ട് പലപ്പോഴും പോകുമ്പോഴേ അവിടെയെല്ലാം പോയി കുഴിയിൽ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ പിടിച്ചു നിർത്തുന്നു, നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഗത്സമന ഒലിവുമലയ്ക്ക് പോയിട്ട് ശിഷ്യന്മാർ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കണം, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഗത്സമന പ്രയറിൻ്റെ കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ പറയുന്നു. അതിലിങ്ങനെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുന്ന പിശാചിന് ഇഷ്ടമല്ല. കാരണം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? ദൈവവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. നമ്മൾ സബ്മിസീവ് ആവും. നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സബ്മിസീവ് ആവും. സബ്മിസീവായി നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയാണ്. പറയുമ്പം ദൈവം അത് കേൾക്കും.
കേട്ടിട്ട് അതിന് ഉത്തരം നമുക്ക് ഇങ്ങോട്ട് തരും. നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക, ഒരു ഫെലോഷിപ്പ് കമ്മ്യൂണിക്കേഷനൊക്കെ അവിടെ നടക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം ഇങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്യും, നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് ചിലപ്പം പിശാചിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കാനും അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുന്നതിന് ഉത്തരം തരികയും നമ്മളെ ഒരു നന്മ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരികയൊക്കെ ചെയ്യുന്നത് പിശാചിനെ സംബന്ധിച്ച് ഭയങ്കര പാടാണ്. അതുകൊണ്ട് പിശാച് കഴിവതും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് പിശാച് നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ് ഇവിടെ യേശു പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് യേശു പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അവൻ അതിദുഃഖത്തിലായി പ്രാണവേദനയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അവർ വിഷാദത്തിലിരുന്ന് ഉറങ്ങുകയാണ്. ഒരു മനുഷ്യൻ എപ്പോഴും ഇതാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആത്മാവിൽ പ്രാർത്ഥിക്കാതെ ഉറങ്ങിപ്പോകുന്നതായിട്ടുള്ള അവസ്ഥകൾ പലപ്പോഴുമുണ്ട്. അതുകൊണ്ട് പ്രയർ ഹാസ് ദ പവർ ടു ഹോൾഡ് ഓൺ us ആൻഡ് ഹാവ് വിക്ടറി ഓവർ ടെംപ്റ്റേഷൻ. നാലാമതൊരു കാര്യം, പ്രാർത്ഥനയുമായിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം, പ്രയർ ഹാസ് ദ പവർ ടു ഗവേൺ അവർ ടങ്സ്. നമ്മുടെ നാവുകളെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. നാവുകളെ ഇത് എടുത്ത് പറയാനുള്ള കാര്യം, ഈ നാവ് ഇന്ന് നമുക്ക് അനുഗ്രഹവും ശാപവും വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് സ്പെസിഫിക്കായിട്ട് പറയാനുള്ള കാര്യം, നാവ് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ നാവിനെ ടൈം ചെയ്യാനായിട്ട് ആർക്കും പറ്റുകയില്ല. നാവ് ഒരു തീയാണ്. യാക്കോബിൻ്റെ ലേഖനം 3:6 നാവ് ഒരു തീയാണെന്ന് പറയുന്നു. ആ 3:1 മുതൽ ജെയിംസ് 3:1 മുതൽ 12 വരെ നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം, നാവിനെ നമുക്ക് അടക്കാനായിട്ട് പറ്റുകയില്ല. നോ വൺ ക്യാൻ ടൈം ദ ടങ്. നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. കാരണം നാവ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാവുകളെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി ദൈവം തരികയാണ്. അതെങ്ങനെയാണ് തരുന്നതെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, 141:3 പറയുന്നത് ഇങ്ങനെയാണ്, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ നാവിനൊരു കാവൽ നിർത്തിയിട്ട് എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന് പറയുന്നു. അവിടെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 39:1 നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും പറഞ്ഞു. ഈ വായിൽ പറയുന്ന കാര്യങ്ങൾ നാവുകൊണ്ട് പാപം ചെയ്യും അല്ലേ? ഒന്ന്, എൻ്റെ വഴികളെ സൂക്ഷിക്കും. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പിശാച് എൻ്റെ മുമ്പിലിരിക്കുമ്പോഴേ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വായ് കടിഞ്ഞാണിട്ട് കാക്കുക, ദുഷ്ടൻ എപ്പോഴാണ് മുമ്പിൽ ഇരിക്കുന്നത്? ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ അയലോക്കക്കാരനൊന്നുമല്ല, പിശാചാണ്. അല്ലെ, പിശാച് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്, ചുറ്റുമുണ്ട്. അവൻ ഇരിക്കുമ്പോഴേ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുക എന്ന് വെച്ചാൽ ഒരു വാക്ക് പറഞ്ഞാലേ ആ വാക്കിൽ കൂടെ അവൻ കയറി പ്രവർത്തിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം, കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ സംസാരത്തെ ശ്രദ്ധിക്കണം. സംസാരം അനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വിധിയുണ്ട്, സംസാരം അനുസരിച്ച്. അതുകൊണ്ട് നാവ് കൊണ്ട് എന്താണ് അനുഗ്രഹവും പറയാം, ശാപവും പറയാം. അതുകൊണ്ട് നാവ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാവ് കൊണ്ട് 1 പീറ്റർ 3 പറയുന്നത്, നാവ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരാകണം. അത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ നാവ് എടുത്തിട്ട് വേണ്ടിയതിനും വേണ്ടാത്തതിനും ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതിൽ കൂടി ശാപങ്ങളും വലിഞ്ഞു കയറും. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നാവ് ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ദ പ്രയർ ഹാസ് ദ പവർ ടു ഗവേൺ അവർ ടങ്സ്. നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കാനായിട്ട്, അധരദ്വാരം കാക്കാനായിട്ട് ദാവീദ് പ്രാർത്ഥിച്ച പോലെ കർത്താവേ എൻ്റെ വായിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സഹായിക്കണം. ആത്മാവിൻ്റെ ഫലങ്ങൾ പറയുന്നതിനകത്ത് അത് ഏറ്റവും അവസാനമാണ് ഇന്ദ്രജയം വരുന്നത്. ദാറ്റ് മീൻസ് സെൽഫ് കൺട്രോൾ. ഇന്ന് സെൽഫ് കൺട്രോൾ ഇല്ലാതെ അനേകം ആളുകൾ പ്രവർത്തിച്ച് ഒരു നാവിൻ്റെ പിഴ കൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ വന്നു നമുക്കറിയാം. എത്ര ബന്ധങ്ങൾ തകർന്നു പോയി എന്നറിയാം. നാവിൻ്റെ പ്രയാസങ്ങളാണ്. അവിടെ ഈ നാവ് ദൈവത്തിനെ സ്തുതിപ്പാനായിട്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഈ നാവിന് ശക്തി വേണം. നാവിൽ കൂടി പ്രാർത്ഥിക്കുക, കർത്താവേ നിൻ്റെ മഹത്വം, കർത്താവേ എൻ്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം ദൈവത്തോട് പറയുക. നാവിന് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി
ഞാൻ ഇന്ന് പ്രാർത്ഥനയുടെ കാര്യത്തിൽ പറയുന്ന 4 പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്ന്, ആദ്യം പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ റിയലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാനായിട്ട്, ക്ലെൻസ് ചെയ്യാനായിട്ട് പ്രാർത്ഥനയിൽ കൂടി കഴിയുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്, ടെംപ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിനെ ജയിക്കാനായിട്ടുള്ള വിക്ടറി നമ്മൾക്ക് പ്രാർത്ഥനയിൽ കൂടി നമ്മൾ വരുന്നു എന്ന് പറഞ്ഞു. നാലാമത്, നമ്മുടെ അധരദ്വാരം കാക്കാൻ, നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രാർത്ഥനയിൽ കൂടി സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഹൃദയത്തിലുള്ളതാണല്ലോ നാവിൽ കൂടി, ഉള്ളിൽ കൂടി പുറത്ത് വരുന്നത്. ഹൃദയത്തിൽ നല്ലത് ചിന്തിച്ചാൽ നല്ലത് പറയും, ഹൃദയത്തിൽ വക്രത ചിന്തിച്ചാൽ വക്രത പറയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരം ഏത് രീതിയിൽ ആകണം എന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വരാനായിട്ട്, നമ്മൾക്ക് ആയുസ് നീട്ടിക്കിട്ടാനായിട്ട് ഒക്കെ നമ്മൾ നല്ല നാവിനെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ സംസാരം സൂക്ഷിക്കണം. ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏത് രീതിയിലാണ് എന്ന് നമ്മൾ വിശകലനം ചെയ്യുക. പ്രാർത്ഥനയിൽ ഇതെല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കുക. കർത്താവേ, ഞാൻ പാപിയായിരുന്നു, എന്നാൽ നീ വീണ്ടെടുത്തു, അതിനാൽ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ഹമ്പിളായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നവർ, ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവമേ നീ ഈ പൈശാചി ശക്തിയിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അതിൽ ജയമെടുക്കുന്നവർ, അതുപോലെ കർത്താവെ ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ നാവുകളെ ക്രമീകരിക്കാനായിട്ട് ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രിയ പിതാവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ പല പടികൾ ഞങ്ങളെ ചിന്തിക്കുമ്പോഴേ കർത്താവ് ഇതെല്ലാം ഞങ്ങളുടെ ഡെലിവറൻസിന് കാരണമാക്കി തീർക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കണം. ജീവിതത്തിലെ നിരാശയുടെ ഘട്ടങ്ങളിലിരിക്കുന്നവരെ, രോഗങ്ങളുടെ ഘട്ടങ്ങളിലിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ കാണുന്നു. ഈ സമയത്ത് കർത്താവെ, അനേകം നാളുകളായിട്ട് അലർജിക് ട്രീറ്റ്മെൻറ്റിലായിട്ട് ഇരുന്ന് കർത്താവെ സൗഖ്യമാകാതിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. അവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അലർജിക് ഇഷ്യൂസ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്മയായിട്ട് ഇരിക്കുന്ന ചില വ്യക്തികൾ, ഇന്ന് ആസ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ശ്വാസം മുട്ടൽ, അതുപോലുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങൾക്ക് ചില പർട്ടിക്കുലർ ദിനങ്ങളിൽ ശ്വാസം മുട്ടൽ വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആയുസ്, ഞങ്ങളുടെ ആരോഗ്യം നിൻ്റെ ദാനമാണ്. നീയാണ് അതിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിലെ അഡിക്ഷനായിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇതേ കാണുന്നു. ചില ആൾക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ നീ അയക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ ഇത് കിട്ടുന്നതാണ്. ഇതിനുശേഷം നമ്മൾ ഈ സീരീസ്, ഈ ഡെലിവറൻസിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ലൈവായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി ലൈവായിട്ട് ചില സൺഡേയിൽ നമുക്കിപ്പം ഇതില്ലല്ലോ, പ്രഭാഷണമില്ലല്ലോ. അതുകൊണ്ട് സൺഡേസിൽ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ടുള്ള നമ്മൾ സൂം വഴി അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. റിക്വസ്റ്റ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കതിനുള്ള തുടർമാനമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.